എറണാകുളം ജില്ലയിൽ യുവജനതയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ബി.ജെ.പി. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ജില്ലാ പഞ്ചായത്ത് വെങ്ങോല ഡിവിഷനിൽ വിജയപ്രതീക്ഷ ഏറെയുണ്ട് എൻ.ഡി.എ മുന്നണിക്ക്. സ്ഥാനാർത്ഥിക്കൊപ്പം രേഷ്മാബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ആദ്യം. ജില്ലാ പഞ്ചായത്ത് അറിയാലോ, വോട്ട് ചെയ്യണം അന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നണികൾ മുന്നോട്ട് പോകുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ വെങ്ങോല ഡിവിഷൻ ഭാഗത്താണ്. ഈ ഇറങ്ങി വരുന്നത് ബി.ജെ.പിയുടെ എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥിയാണ് അപർണ വിഷ്ണു. അപർണ, എങ്ങനെ പോകുന്നു പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ? നല്ല രീതിയിൽ പോകുന്നു. പ്രചാരണമൊക്കെ നല്ല പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. എല്ലാ ദിവസവും ഇറങ്ങുന്നുണ്ട്. പ്രവർത്തനങ്ങളായിട്ട് വീടുകൾ കയറാനും കടകളിലേക്കും ടൗണിലേക്കും ഒക്കെ ഇറങ്ങുന്നുണ്ട്. വോട്ടർമാരൊക്കെ എന്താ പറയുന്നത്? വോട്ടർമാർ നല്ല പ്രതീക്ഷയാണ്. യുവത്വമായതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി പറയുന്നു. കന്നി അംഗമായതുകൊണ്ട് അതിൻ്റെ ആവേശത്തിലും അതിൻ്റെതായ സന്തോഷത്തിലാണ് ഞാൻ. വോട്ടർമാർക്ക് എന്താ ഒരു വാഗ്ദാനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നത്? നമ്മുടെ പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാമങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. എല്ലാ പാവപ്പെട്ടവർക്കും നമ്മുടെ പദ്ധതികൾ എത്തിക്കുന്നതായിരിക്കും. ഏകദേശം 19,000-ലധികം സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ള പാർട്ടിയാണ് ബി.ജെ.പി. അതോടൊപ്പം തന്നെ യുവാക്കൾക്കും സ്ത്രീകൾക്കുമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. സംസ്കൃതത്തിൽ എംഫിൽ നേടിയ ഒരാൾ കൂടിയാണ് അപർണ. അത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ഥാനാർത്ഥി തന്നെ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന തുടർച്ച ഈ വെങ്ങോല ഡിവിഷനിലും വേണം എന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രചാരണ വാഗ്ദാനം. മറ്റൊരു കൗതുകം കൂടിയുണ്ട്. അപർണയുടെ അമ്മ സീന കോഴിക്കോട് ജില്ലയിലെ മണിയൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിൽ മത്സരിക്കുന്നുണ്ട്. യാദൃശ്ചികമായിട്ട് നമ്മൾ ഇവിടെ വന്ന സമയത്ത് സീനയെ കാണുകയായിരുന്നു. എന്തായാലും അപർണയും അമ്മയും ഒരു കുടുംബത്തിലെ 2 പേർ, 2 സ്ത്രീകൾ മത്സരരംഗത്തുണ്ട് എന്നുള്ളതാണ് ഏറെ കൗതുകമുണർത്തുന്ന ഒരു കാര്യം. മകളുടെ പ്രചാരണത്തിൽ കൂടി പങ്കാളിത്തം വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് എന്ന് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. എങ്ങനെയാ അവിടുത്തെ പ്രചാരണമൊക്കെ മുന്നോട്ട് പോകുന്നു? ഉഷാറായിട്ട് പോകുന്നു. ഇവിടെ എങ്ങനെയാണ് അപർണ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന സമയത്ത് അഭിപ്രായമൊക്കെ എങ്ങനെയായിരുന്നു അമ്മ എന്നുള്ള നിലയിൽ? പണ്ടേ വർക്കറാണല്ലോ, AVP കൂടി വന്നതല്ലേ, അങ്ങനെ സന്തോഷം. അമ്മയ്ക്ക് സന്തോഷമാണ്. ഒപ്പം തന്നെ 2 സ്ത്രീകൾ ഒരു കുടുംബത്തിൽ നിന്ന് മത്സരരംഗത്തേക്ക് വരുന്നു. അത്രയധികം ഒരു വനിതാ ശാക്തീകരണം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനമില്ലായ്മയാണ് വെങ്ങോല ഡിവിഷനിൽ പ്രധാന ജനകീയ പ്രശ്നം. ഈ നാടിന് മെയിനായിട്ട് 20 വർഷമായി ഈ റോഡ് റീടാർ ചെയ്തിട്ട് അതിനുവേണ്ടി ഒത്തിരി സമരങ്ങൾ ചെയ്തെങ്കിലും ആളുകൾ ഫ്ലെക്സ് വെച്ച് പോകുന്നതല്ലാതെ ഇതുവരെ ഒരു വികസനം ഈ നാട്ടിലേക്ക് കടന്നു വന്നിട്ടില്ല. 15 വർഷം മുമ്പ് ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി തുടങ്ങിയിട്ട് ഇതുവരെ ആ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഞായറാഴ്ചകളിൽ പ്രചാരണ തിരക്കേറും. അന്നേരവും കുഞ്ഞുരുദ്രവും അമ്മയ്ക്കൊപ്പം വോട്ട് പിടിക്കാനിറങ്ങും. ബി.ജെ.പി. നയിക്കുന്ന എൻ.ഡി.എയും കൂടാതെ UDF-ഉം LDF-ഉം 2020-യുമാണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് വെങ്ങോല ഡിവിഷനിൽ മത്സരരംഗത്തുള്ളത്. ABVP-യിലൂടെ സംഘടനാ പ്രവർത്തനം ആരംഭിച്ച അപർണ വിഷ്ണുവിലൂടെ ഈ ഡിവിഷൻ പിടിച്ചെടുക്കാനാകുമെന്ന ശുഭപ്രതീക്ഷയാണ് ബി.ജെ.പിക്കുള്ളത്. ക്യാമറാമാൻ ഗോപകുമാറിനൊപ്പം രേഷ്മാബാബു, ജനം, കൊച്ചി.